ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ വീഡിയോയിൽ കൂടി ശുശ്രൂഷയുടെ പ്രാധാന്യതയെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. ദൈവം 2 സ്ഥാപനങ്ങളെ ഭൂമിയിൽ സ്ഥാപിച്ചു. ഒന്നാമത് കുടുംബം, രണ്ടാമത് സഭ. അപ്പോസ്തലർ 2:47 വായിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എന്തിന് രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് ചേർത്തു? രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവരൊരു ആത്മീക കുഞ്ഞ. യോഹന്നാൻ 3:3 നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ അവരൊരു ആത്മീക ശിശുവാ. ഈ ശിശുവെ കർത്താവ് സഭയോട് കൊണ്ടു ചേർത്തു. നമ്മൾ എഫേസ്യർ 4:11 വായിക്കുമ്പോൾ അവിടെ ശുശ്രൂഷകന്മാരെ ദൈവം നിയമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി ആക്കി വെച്ചു. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരെ സഭയോടാക്കി, സഭയിൽ ശുശ്രൂഷയും ശുശ്രൂഷകന്മാരെയും ആക്കി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ ആത്മീക വളർച്ചയ്ക്ക് ശുശ്രൂഷ വളരെ അത്യാവശ്യമാണ്. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒരു കുഞ്ഞ് എങ്ങനെ വളർന്ന് വലുതാകുവാൻ ഒരമ്മയുടെ ശുശ്രൂഷ ആവശ്യമാണോ, അതുപോലെ ആത്മീകമായി വളരുവാൻ ദൈവിക ശുശ്രൂഷകൾക്ക് പ്രാധാന്യതയുണ്ട്. ചിലര് സഭയിൽ പോയി ചുമ്മാ പോകുക വരിക, ആ ശുശ്രൂഷയെ കൊണ്ടുള്ള നന്മ അവരറിയുന്നില്ല. തീർച്ചയായും ഒരു നല്ല ശുശ്രൂഷ ഉള്ള സ്ഥലത്തിലേ നിൽക്കാവൂ. സഭയുടെ ആത്മീക വളർച്ചയ്ക്ക് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിളിക്കപ്പെട്ട ദൈവദാസന്മാരുടെ ആത്മീക ശുശ്രൂഷ വളരെ അത്യാവശ്യമാണ്. എന്തിനാ ഈ ശുശ്രൂഷ? എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ ശുശ്രൂഷ എന്തിനാണ്? നമുക്ക് വിശ്വാസത്തിൽ വളരുവാൻ. ഒരു വിശ്വാസി തൻ്റെ വിശ്വാസത്തിൽ വളരുവാൻ ഒരു ദൈവദാസന്റെ ശുശ്രൂഷ ആവശ്യമാണ്. രണ്ടാമത് ആ 12-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഏകാഗ്രതയാകുവാൻ. ദൈവപുത്രനെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ. മൂന്നാമത് തികഞ്ഞ പുരുഷത്വം. തികഞ്ഞ പുരുഷത്വം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീക, ഒരു സ്പിരിച്വൽ പെർഫെക്റ്റേഷൻ, വളർന്ന് ആ പെർഫെക്റ്റ് ആകുവാൻ വേണ്ടി. അതാണ് തികഞ്ഞ പുരുഷത്വം. കുഞ്ഞായി ജനിച്ചവൻ ഒരു തികഞ്ഞ പുരുഷത്വം പ്രാപിക്കാൻ. 4-ാമത്തെ വിഷയം അതിൻ്റെ 13-ാം വാക്യത്തിലുണ്ട്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്ക്, അതായത് വിശ്വാസികളുടെ ആത്മീക വർധനയ്ക്കും ഈ ശുശ്രൂഷ വളരെ പ്രധാനമാണ്. നല്ല ശുശ്രൂഷ ഇല്ലാത്ത സഭ വളരത്തില്ല. അതങ്ങനെ കുറുവിയിരിക്കും. ഇവർ കൊട്ടിയും പാടിയും ഒക്കെ അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. ആൾ വരുന്നില്ല, രക്ഷിക്കപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അവിടെ വരുന്ന, സഭയിൽ വരുന്നവർ വിശ്വാസത്തിൽ വളരണം,
ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അവർ വളർന്ന് തികഞ്ഞ പുരുഷത്വമുള്ളവരായി, പെർഫെക്റ്റ് ആയവരായി തീരണം. ആത്മീക വർധന സഭയ്ക്കകത്തുണ്ടാകണം. ഇതാണ് നമ്മുടെ സഭയ്ക്കകത്ത് ആവശ്യമായത്. ഈ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ പാടി എങ്ങനെയെങ്കിലുമൊക്കെ പോകുന്ന സഭ അതൊരു ദൈവീകതയുള്ളതല്ല. നല്ല ആത്മീക സഭ ഈ 4 കാര്യങ്ങളും ലക്ഷ്യം വെച്ച് പോകണം. ശുശ്രൂഷിക്കുന്നവരും ശുശ്രൂഷ അനുഭവിക്കുന്നവർക്കും ഈ ലക്ഷ്യമുണ്ടായിരിക്കണം. 1, വിശ്വാസത്തിൽ വളരുവാൻ. ദിവസത്തിന് ദിവസം ക്രിസ്തീയ വിശ്വാസത്തിൽ നമുക്ക് വളർന്നു വരുവാൻ ആ ശുശ്രൂഷ നമുക്ക് സഹായമായിരിക്കും. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ അത് നമുക്ക് വളരെ പ്രയോജനമായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 17:3 ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ച പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. ദൈവപുത്രനെ കുറിച്ചുള്ള അറിവ് നിത്യജീവന് നമുക്ക് വളരെ സഹായമുള്ളതാണ്. എനിക്ക് യേശുവെ അറിയാമെന്നല്ല, ഇനിയും എനിക്ക് യേശുവിനെ അറിയണം, ഇനിയും എനിക്ക് യേശുവിനെ അറിയണം. അത് എങ്ങനെ അറിയും? സഭയിലെ ആ ശുശ്രൂഷയിൽ കൂടി ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാനിടയാകും. അതുപോലെ തികഞ്ഞ പുരുഷത്വം, ആ പെർഫെക്റ്റേഷൻ. എബേസ്യർ നമ്മൾ 4:15-16 എന്ന് വായിക്കുമ്പോൾ ക്രിസ്തു എന്ന തലയോളം വളരണം. തികഞ്ഞ പുരുഷത്വം, പെർഫെക്റ്റേഷൻ. ഒരു സഭയിൽ പോകുന്ന ആൾ ആ ശുശ്രൂഷ അനുഭവിച്ച് തികഞ്ഞ ആ പെർഫെക്റ്റേഷനിലേക്ക് വളരാൻ ശ്രമിക്കണം. അതുപോലെ നമ്മുടെ ആത്മീക വർധനയുണ്ടാകണം സഭയിൽ. അപ്പോൾ ശുശ്രൂഷിക്കുന്നവരും ശുശ്രൂഷ അനുഭവിക്കുന്നവരും ഈ 4 കാര്യങ്ങളും ലക്ഷ്യം വെച്ച് വേണം നമുക്ക് മുമ്പോട്ട് പോകുവാൻ. ഒരു ആത്മീക മനുഷ്യൻ്റെ പൂർണ്ണതയ്ക്ക് ഒരു ദൈവദാസന്റെ ശുശ്രൂഷ വളരെ പ്രധാനം. ചില സഭകളിൽ ശുശ്രൂഷയോടുകൂടെ അവർ ആ ശുശ്രൂഷയിൽ ഇൻവോൾവ് ആകത്തില്ല. ആ കെട്ടിടത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഇരിപ്പൊക്കെ കെട്ടിടത്തിൻ്റെ അകത്തും, കയ്യിൽ ബൈബിളൊക്കെ കാണും, അവർ മുടങ്ങാതെ വരുന്നവരായിരിക്കും. പക്ഷേ ശുശ്രൂഷയിൽ ഇൻവോൾവ് ആകാതെ അവർ ഒറ്റപ്പെട്ട് നിൽക്കും. പാടുമ്പോൾ പാടത്തില്ല, സംസാരിക്കുകയോ ശ്രദ്ധ കുറവായിട്ടോ ഒക്കെ ഇരിക്കുകയല്ല. ഒരു ശുശ്രൂഷകൻ ദൈവസന്നിധിയിൽ നിന്ന് ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷ നമ്മൾ അനുഭവിക്കുകയും അതിൽ കൂടി നമുക്ക് നന്മ ഉണ്ടാകും. ശുശ്രൂഷ വിട്ടു നിൽക്കരുത്. ഒരു ഇൻവോൾവ് ഇല്ലാതെ അതിനെ വേറുപെട്ട് നിൽക്കരുത്. അപ്പോൾ നല്ല ശുശ്രൂഷ അനുഭവിക്കണം. ഒരു നല്ല ശുശ്രൂഷ ഉള്ളിടത്ത് മാത്രമേ ഒരു ആത്മീകമായ വളർച്ച ഉണ്ടാകത്തുള്ളൂ. ഒരു നല്ല ശുശ്രൂഷ ഉള്ള സഭ വിട്ടു പോകരുത് ഒരിക്കലും. ആ നല്ല ശുശ്രൂഷ, ആത്മീക ശുശ്രൂഷ, ആ ദൈവികമായ ശുശ്രൂഷ ഉള്ളിടത്ത് നിന്ന് ആത്മീകമായി വളരണം. അതേ സമയത്ത് ഒരു നല്ല ആത്മീക ശുശ്രൂഷ ഇല്ലാത്ത സ്ഥാനത്ത് നിൽക്കുകയും അരുത്. അങ്ങനെ നിന്നാൽ അതുകൊണ്ട് നമുക്ക് ആത്മീകമായി ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ചിലർക്ക് കമ്മിറ്റിയിലെ ഒരു മെമ്പറായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഒരു പൊസിഷൻ ചർച്ചിൽ കാണും, പക്ഷെ അവർ ആത്മീകരായി കാണത്തില്ല. ആരെന്തായാലും സഭയിലെ ശുശ്രൂഷകൾക്ക് കീഴടങ്ങി പോകണം. ശുശ്രൂഷകളോട് മത്സരിക്കരുത്. ശുശ്രൂഷ അനുഭവിക്കണം പൂർണ്ണമായി. എത്രത്തോളം നല്ല ശുശ്രൂഷ ലഭിക്കുന്നുവോ അത്രത്തോളം നല്ല ആത്മീകമായൊരു വളർച്ച നമുക്കുണ്ടാകും. നമ്മുടെ ആത്മീക വളർച്ചയ്ക്കും നമ്മുടെ പൂർണ്ണതയ്ക്കും നമുക്ക് നല്ല ശുശ്രൂഷ വേണം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക്
അത് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നല്ല ശുശ്രൂഷ ഉള്ള സഭ വിട്ടു പോകരുത്. നല്ല ശുശ്രൂഷ ഇല്ലാത്തിടത്ത് നിൽക്കുകയും അരുത്. എപ്പോഴും സഭയും ശുശ്രൂഷകളും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആ സഭയ്ക്കകത്തൊക്കെ എൻട്രി ആകുവാൻ. ദൈവവിളിയില്ലാത്ത, ആത്മീകതയില്ലാത്ത, ദൈവിക വെളിപ്പാടില്ലാത്ത ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായത്തിൽ കള്ള ഉപദേശികളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക. ക്വാളിറ്റി ഇല്ലാത്തിടത്ത് നമ്മൾ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ശുശ്രൂഷ നമുക്ക് വളരെ പ്രയോജനം. മുതിർന്നവർ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. ഒരു സഭയിൽ പോയാൽ ആ ശുശ്രൂഷ ഏറ്റെടുപ്പാൻ, ആ ശുശ്രൂഷ അനുഭവിപ്പാനുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. ഒന്നിലും ഇൻവോൾവ് ആകാതെ അകന്നു നിൽക്കുന്നത് നമുക്ക് വളരെ ദോഷം ചെയ്യും. നല്ല ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുക. നല്ല ശുശ്രൂഷ ഇല്ലാത്ത സ്ഥാനത്ത് നിൽക്കാതിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്.